രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 169ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇതിന് മുൻപുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്കാണ് രാധയുടെ പ്രണയം. അധികം താമസിയാതെ ബുധനാഴ്ച 12 മണിക്ക് ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്, വ്യാഴാഴ്ച അഷ്ടപതി, വെള്ളിയാഴ്ചയാണ് സൗന്ദര്യലഹരിയുടെ ക്ലാസ്. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതല്ല എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. നിങ്ങൾക്ക് നേരിട്ട് വരാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അത് പിന്നെ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. അതുകൂടാതെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അതിലേക്ക് നിങ്ങൾ പിന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് തന്നെ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ളതുണ്ട്, നിങ്ങൾ കേൾക്കണം. പിന്നെ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്. അതേ കണക്ക് പിന്നെ അതേ കണക്ക് തന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഭക്തമീരയുടെ കഥകളുണ്ട്. അതേ കണക്ക് എന്നും രാവിലെ 5:30 മണിക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ആ മോർണിംഗ് മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുക. അതുകൂടാതെ രാധികാ കവചം 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമമുണ്ട്, രാധാ മാനസതന്ത്രമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 രാധേ
ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാധയുടെ പ്രണയം ആരംഭിക്കുകയായി. അതുപോലെ എൻ്റെ ബാൻഡേജ് ഞാനത് പ്രോപ്പറായിട്ട് നല്ലവണ്ണം യൂസ് ചെയ്തില്ലായിരുന്നു. എനിക്കത് ഇടയ്ക്ക് വെച്ചൊക്കെ അഴിക്കേണ്ടി വന്നു. ഇനിയും 3 ആഴ്ചയും കൂടെ അത് എന്ത് ചെയ്യണം, എനിക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് ഇരുന്നുകൊണ്ടാണ് അവതരിപ്പിക്കാൻ പറ്റുന്നത്. എൻ്റെ എല്ലാ വീഡിയോയും കൃത്യമായി ചിലപ്പോൾ കിട്ടിയെന്നിരിക്കത്തില്ല. രാധയുടെ പ്രണയം, രാധാറാണിയുടെ കൃപയുണ്ടെങ്കിൽ പരമാവധി ഞാൻ ഇടുന്നതായിരിക്കും. ഇനി ഒരു 3 ആഴ്ചയും കൂടെ കാലനക്കാതെ ഒരു റെസ്റ്റ് വേണമെന്നാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിലും അത് കാല് സുഖമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ രാധയുടെ പ്രണയവും ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. കാരണം എനിക്ക് വയ്യാത്തത് കൊണ്ട് നിന്നുകൊണ്ട് അധികം നേരം പറ്റത്തില്ല. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് നേരം നിന്ന് അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല, ചുരുക്കിയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. എൻ്റെ കാല് സുഖമായതിനു ശേഷം നമുക്ക് വിശാലമായി പഴയതുപോലെ നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. അപ്പൊ രാധയുടെ പ്രണയം. അപ്പൊ രാധാറാണിയോട് പറഞ്ഞു മാപ്പ് പറയണം. അപ്പൊ രാധാറാണി പറഞ്ഞു അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മാപ്പ് പറയേണ്ട കാര്യവുമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതേ ശ്രീകൃഷ്ണനുമായിട്ട് എനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഉള്ള ബന്ധമാണ്, കുട്ടിക്കാലം തൊട്ടേ ഉള്ള ബന്ധമാണ് എനിക്ക് കൃഷ്ണനുമായിട്ടുള്ളത്. നോക്കൂ, ഞാൻ മറ്റൊരു പുരുഷന്റേതാണെന്നറിഞ്ഞിട്ടും എന്റെ സ്നേഹം ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച, എന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ച അയനാണ് തെറ്റുകാരൻ. ഞാൻ പലതവണ പറഞ്ഞതാണ്, കണ്ണനുണ്ണിയാണ് എൻ്റെ എല്ലാം, എൻ്റെ സർവസ്വവും എൻ്റെ കണ്ണനുണ്ണിയാണ്. അത് കേൾക്കാതെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടും ബലമായി എന്നെ വിവാഹം കഴിക്കാൻ ശ്രമിച്ച അയനെയാണ് നിങ്ങൾ വിചാരണ ചെയ്യേണ്ടത്. അതോടുകൂടി അയൻ പൊട്ടിത്തെറിച്ചു. ഒടുവിൽ ഗ്രാമമുഖ്യൻ പറഞ്ഞു, നിനക്ക് ഞാൻ അവസാനത്തെ അവസരം തരികയാണ്, മാപ്പു പറയാം രാധേ, മാപ്പു പറഞ്ഞാൽ നിന്റെ ശിക്ഷയിൽ ഞാൻ ഇളവ് തരാം. രാധാറാണി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഈ രാധ മാപ്പു പറയാനോ? തെറ്റ് ചെയ്തു എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് മാപ്പു പറയേണ്ടത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴും തെറ്റ് സംഭവിക്കുന്നത് നിങ്ങൾക്കാണ് ഗ്രാമമുഖ്യ. ഗ്രാമമുഖ്യന്റെ മുഖം ചുവന്നു. ഗ്രാമമുഖ്യൻ പറഞ്ഞു, തെറ്റ് ചെയ്ത നീ അല്പം പോലും പശ്ചാത്തപിക്കുവാൻ തയ്യാറല്ല, അതുകൊണ്ട് തന്നെ രാധേ നിന്റെ ശിക്ഷാവിധി ഞാൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ നിമിഷം നീ വൃന്ദാവനം വിട്ടിരിക്കണം. നീ വൃന്ദാവനത്തിൽ ഒരു കാരണവശാലും ഇനി കാലുകുത്താൻ പാടില്ല. വൃന്ദാവനത്തിലോ ഇതിന്റെ സമീപ പ്രദേശത്തോ നീ താമസിക്കാൻ പാടില്ല. ഈ വൃന്ദാവനം ഇപ്പോൾ ഈ നിമിഷം നീ വിട്ടിരിക്കണം രാധേ. അപ്പൊ രാധാറാണി ഗ്രാമമുഖ്യന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അതേ രാധ പോവുകയാണ്, രാധ വൃന്ദാവനം വിട്ടു പോവുകയാണ്. അപ്പൊ ഗ്രാമമുഖ്യൻ പറഞ്ഞു, രാധേ നിനക്ക് നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ രാധാറാണി പറഞ്ഞു, എനിക്കങ്ങനെ ആരുടെയും ഔദാര്യം വേണ്ട, എനിക്ക് യാതൊന്നും എടുക്കാനില്ല. എനിക്കെടുക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എൻ്റെ കണ്ണനുണ്ണി, എനിക്കെടുക്കാനുള്ളത് എന്ന് എൻ്റെ കണ്ണനുണ്ണിയാണ്. ആ കണ്ണനുണ്ണി അവൻ എൻ്റെ ഹൃദയത്തിലുണ്ട്. അവനെ ഇരുട്ട വെളുക്ക എൻ്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. നോക്കൂ, എനിക്കെടുക്കാനുള്ളത് എൻ്റെ കണ്ണനുണ്ണിയാണ്. നിങ്ങളുടെ ദ്വാരക അധീശനായ ദൈവമല്ല. എനിക്ക് ദൈവമായ കൃഷ്ണനെ ആവശ്യവുമില്ല.
നോക്കൂ, പണ്ട് എന്നോടൊപ്പം പണ്ട് പശുവിനെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു ഗോപാല ചെറുക്കൻ, ഒരു കന്നുകാലി ചെക്കനുണ്ടല്ലോ, ആ ചെക്കനാണ് എൻ്റെ മനസ്സില്. അവന്റെ പേരാണ് കണ്ണനുണ്ണി. ഇന്ന് നിങ്ങളുടെ ദ്വാരകാധീശനായ ദൈവത്തിന്റെ പേര് ശ്രീകൃഷ്ണൻ എന്നാണ്. എനിക്ക് വേണ്ടത് ശ്രീകൃഷ്ണനല്ല, കന്നുകാലിയെ മേയിച്ചുകൊണ്ട് നടന്ന എൻ്റെ കണ്ണനുണ്ണിയാണ് എനിക്ക് ആവശ്യമെന്ന് പറയുന്നത്. യമുനയിൽ എന്നോടൊത്ത് നീന്തി കളിച്ചുകൊണ്ടിരുന്ന എൻ്റെ കണ്ണനുണ്ണി. വൃന്ദാവനം വിടും മുമ്പ് രാധയെ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരടർന്നു വീണാൽ ഈ കണ്ണൻ വൃന്ദാവനം വിട്ടു പോവുകയില്ല. ഇത് സത്യമാണ് രാധേ. എന്നോട് പറഞ്ഞൊരു കണ്ണനുണ്ട്. അവനെ കൊണ്ടുപോകാൻ വന്ന രഥത്തിൽ ബലരാമൻ ജ്യേഷ്ഠനുമായി കയറുമ്പോഴും അവൻ എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുമായിരുന്നു. എൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീര് വീണാൽ അവൻ മധുരയിലേക്ക് പോവുകയില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. അവൻ മധുരയിലേക്ക് പോകാൻ, അവന്റെ ധർമ്മം നിർവഹിക്കാൻ അവനെ അനുവദിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എൻ്റെ കണ്ണീര് ഞാൻ കടിച്ചു പിടിച്ചു നിന്നു. അങ്ങനെ നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങൾക്ക് ദ്വാരകാധീശനായ ശ്രീകൃഷ്ണനെ കിട്ടിയത്. ഈ രാധയുടെ കണ്ണൊന്ന് നിറഞ്ഞിരുന്നെങ്കിൽ ആ രഥത്തിൽ നിന്ന് എൻ്റെ കണ്ണൻ ചാടിയിറങ്ങിയേനെ. എങ്കിൽ ഒരു ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. വെറും കണ്ണനുണ്ണിയായി ജീവിച്ച് കണ്ണനുണ്ണിയായി തന്നെ അവൻ മരിച്ചേനായിരുന്നു. ഈ രാധയാണ് അവനെ വിട്ടത്. അവനെ ദ്വാരകാധീശനാക്കിയത് രാധയാണ്. അപ്പോൾ അവിടെ നിന്നവരെല്ലാം സ്തംഭിച്ചു പോയി. അപ്പോൾ പറഞ്ഞു, ആ കണ്ണനുണ്ണി എൻ്റെ ഹൃദയത്തിലുണ്ട്, ആ കണ്ണനുണ്ണി എൻ്റെ ഹൃദയത്തിലുണ്ട്. അവനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടാണ് പോകുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട്. അത് എൻ്റെ കണ്ണനുണ്ണി എനിക്ക് സമ്മാനമായി തന്ന ഓടക്കുഴലാണ്. ആ ഓടക്കുഴലെടുക്കാൻ രാധ തിരികെ പോകുന്നില്ല. കാരണം രാധ പരിശുദ്ധയല്ല എന്ന് നിങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. പ്രപഞ്ചത്തിലെ ഏറ്റവും ചാരിത്ര്യ ശുദ്ധിയുള്ള സ്ത്രീക്കും മാത്രമേ അത് കൈകൊണ്ട് തൊടാൻ അവകാശമുള്ളൂ. നിങ്ങൾ ഞാൻ ചാരിത്ര്യവതിയല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ഓടക്കുഴലിൽ തൊടാനുള്ള അർഹത എനിക്കില്ല. അതുകൊണ്ട് രാധ വൃന്ദാവനം മാത്രമല്ല, ആ ഓടക്കുഴലും ഉപേക്ഷിക്കുകയാണ്. രാധയ്ക്കിനി വൃന്ദാവനവുമില്ല, രാധയ്ക്കിനി ഓടക്കുഴലുമില്ല. രാധ വൃന്ദാവനം വിടുകയാണ് എന്ന് പറഞ്ഞിട്ട് രാധാറാണി ഒരടി മുന്നോട്ട് വെച്ചു കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ അസാധാരണമായ ഒരു ഓടക്കുഴൽ നാദം മുഴങ്ങി. ആ മനോഹരമായ നാദത്തിൽ ഒരു നിമിഷം പ്രപഞ്ചം തന്നെ ലയിച്ചു നിന്നു. ഗ്രാമമുഖ്യനും മറ്റുള്ളവരും അമ്പരന്ന് നിൽക്കുമ്പോൾ അന്തരീക്ഷത്തിലൂടെ വരികയാണ് ആ ഓടക്കുഴല്. ആ ഓടക്കുഴൽ അതിമനോഹരമായ രാഗം മൂളുന്നു. ആരും അത് വായിക്കുന്ന ആളിനെ കാണുന്നില്ല, ആരും വായിക്കുന്നില്ല. പക്ഷെ മനോഹരമായ ഗാനം. ആ ഓടക്കുഴല് അന്തരീക്ഷത്തിലൂടെ വന്ന് രാധാറാണിയുടെ പാദത്തിൽ മുത്തമിട്ട് നിന്നു. രാധാറാണിക്ക് പാദ നമസ്കാരം ചെയ്യുന്നത് പോലെ രാധാജിയുടെ പാദത്തിൽ ആ ഓടക്കുഴൽ മുത്തമിട്ട് നിന്നപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു അശരീരി മുഴങ്ങി. രാധയോളം വിശുദ്ധിയുള്ള ഒരു സ്ത്രീ ഈ വൃന്ദാവനത്തിലെന്നല്ല ഈ പ്രപഞ്ചത്തിലില്ല എന്നറിയുക. ആ നിമിഷം രാധാറാണി കുനിഞ്ഞ ഓടക്കുഴലെടുത്തിട്ട് പൗരമുഖ്യനെ നോക്കി. എല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് രാധാറാണി അടുത്ത ചുവട് വെച്ചു. ആ രണ്ടാമത്തെ ചുവട് രാധാറാണി വെച്ചപ്പോൾ
അന്തരീക്ഷത്തിൽ അതിഭയങ്കരമായ ഒരു ഇടിമുഴക്കമുണ്ടായി. സകലരും നടുങ്ങിപ്പോയി. അത് കഴിഞ്ഞ് രാധാറാണി വീണ്ടും മുന്നോട്ട് നീങ്ങി. ആ സമയത്ത് സിംഹങ്ങളുടെ ഘോരമായ അലർച്ച കേട്ടു. അതിഘോരമായ അലർച്ച. നിമിഷങ്ങൾക്കുള്ളിൽ കാട്ടിൽ നിന്ന് സിംഹക്കൂട്ടങ്ങൾ ഇറങ്ങി. അവര് ഗ്രാമമുഖ്യനും മറ്റുള്ളവരും നിൽക്കുന്നിടത്തേക്ക് എത്തി. ഒരുമാതിരി അവരെ വളഞ്ഞ മട്ടിൽ നിൽക്കുകയാണ്. എന്നാൽ ആ മൃഗങ്ങളാകട്ടെ കണ്ടാൽ ശാന്തരുമായെന്ന പോലെ നിൽക്കുകയാണ്. രാധാറാണി വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങിയപ്പോൾ ആ സിംഹങ്ങൾ ഒന്നിച്ച് രാധാറാണിയുടെ അടുക്കലേക്ക് ചെന്നു. രാധാറാണി അവരെ തലോടിയതിനു ശേഷം രാധാറാണി അവരുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. അനുസരണയുള്ള കുട്ടികളെ പോലെ അവര് തിരികെ പോരുന്ന കാഴ്ച അമ്പരന്ന് നിന്നുകൊണ്ടാണ് ഗ്രാമവാസികൾ കാണുന്നത്. രാധാറാണി മുന്നോട്ടും നീങ്ങി. നിമിഷങ്ങൾക്കകം ഘോരമായ മഴ, അതിഘോരമായ മഴ. ആ മഴയത്ത് സകലരും നനഞ്ഞു കുതിർന്നു, രാധാറാണി ഒഴികെ. രാധാറാണിയുടെ ദേഹത്ത് ഒരു ചെറിയ മഴത്തുള്ളി പോലും വീഴുന്നില്ല. ആ അത്ഭുത കാഴ്ച അവരെ നടുക്കിക്കളഞ്ഞു. ഈ സമയത്ത് ഭൂമി ഒന്ന് ഇളകി. മൊത്തത്തിൽ അവിടെ നിന്നവരൊന്ന് കുലുങ്ങി. ആ സമയം യമുന 4 വശത്തുനിന്നും കരയിലേക്ക് കയറാൻ തുടങ്ങി. ഗ്രാമമുഖ്യൻ പലരും കൂടെ നിന്നവരും പരിഭ്രാന്തിയോടെ നോക്കി. എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. 4 വശത്തു നിന്നും യമുന കയറുകയാണ്. പല വീടുകളും ജലത്തിൽ മുങ്ങിത്തുടങ്ങി. സ്ത്രീകൾ അലമുറയിട്ടുകൊണ്ട് ഓടി വന്നു. അവര് രാധാറാണിയുടെ പാദത്തിലേക്ക് വീണു. അവരെല്ലാം പരിഭ്രാന്തരായി. അവര് ഗ്രാമമുഖ്യന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലാണ് തെറ്റ്. നിങ്ങൾ ഒരാൾ മുഖാന്തരം ഈ ഗ്രാമം നശിക്കാൻ പോവുകയാണ്. വൃന്ദാവനം ഇതാ യമുനയിലേക്ക് തിരിച്ചു പോവുകയാണ്. യമുന വീണ്ടെടുക്കുകയാണ് ഈ വൃന്ദാവനത്തെ. രാധദേവതയാണ്. നിങ്ങൾ രാധയെ തിരിച്ചു വിളിക്കണം. അവരെന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അപ്പോ സ്ത്രീകൾ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഈ വൃന്ദാവനം ഇപ്പോൾ ഇവിടെ വെച്ച് നശിക്കും. ഞാനും നിങ്ങളും എല്ലാം നശിക്കും. അപ്പൊ ഗ്രാമമുഖ്യൻ വിളിച്ചു, രാധേ. പക്ഷേ രാധാറാണി ആ വിളി ശ്രദ്ധിച്ചതുപോലുമില്ല. രാധാറാണി വീണ്ടും മുന്നോട്ടേക്ക് തന്നെ നടന്നു. അതിന് യമുന കയറി വന്നു. ഇനി ഒരു ചുവടും കൂടെ വെച്ചു കഴിഞ്ഞാൽ രാധാറാണി വൃന്ദാവനത്തിന്റെ അതിർത്തിക്കപ്പുറമെത്തും. ഈ വൃന്ദാവനം യമുനാജലം കൊണ്ട് മൂടാൻ പോവുകയാണ്. ആ സമയത്ത് എല്ലാവരും അമ്പരന്ന് നിന്ന സമയത്ത് വായുവേഗത്തിലാണ് ഒരു രഥം വരുന്നത്. വായുവേഗത്തിൽ ഒരു രഥം പാഞ്ഞു വരികയാണ്. ആ പാഞ്ഞു വന്ന രഥത്തിൽ നിന്ന് ആരോ പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചിയെടുക്കുന്നത് പോലെ രാധാറാണിയെ വാരിയെടുക്കുകയാണ്. അതേ വരികയാണ്. പ്രണയത്തിന്റെ രാജകുമാരൻ വരികയാണ്. രാധാറാണി കൃഷ്ണന്റെ നെഞ്ചിൽ കിടക്കുകയാണ്. സാത്യകിരഥം തെളിക്കുകയാണ്. കൃഷ്ണൻ സാത്യകിയോട് പറഞ്ഞു, സാത്യകി, എന്റെ രാധയെ അപമാനിച്ച ആരും ബാക്കിയുണ്ടാകരുത്. രാധാറാണിയെ നെഞ്ചോട് ചേർത്തിട്ട് കൃഷ്ണൻ രാധാറാണിയുടെ ചെവിയിൽ പന്ത്രിച്ചു, രാധേ, എനിക്ക് വേണ്ടി നീ എന്തൊക്കെ സഹിക്കുന്നു രാധേ. എനിക്ക് വേണ്ടി നീ അപവാദം കേൾക്കുന്നു. എനിക്ക് വേണ്ടി നീ വൃന്ദാവനം വിടുന്നു. രാധേ, ഈ കൃഷ്ണൻ അത് സഹിക്കാൻ കഴിയുന്നില്ല.
ധർമ്മം സ്ഥാപിക്കാൻ വന്ന കൃഷ്ണൻ ഒരേ ഒരു അധർമ്മമേ ചെയ്തിട്ടുള്ളൂ, ഒരേ ഒരു അധർമ്മമേ ചെയ്തിട്ടുള്ളൂ രാധേ. അത് കൃഷ്ണൻ സമ്മതിക്കുന്നു. അത് നിന്നെ വിട്ട് രുക്മിണിയെ വിവാഹം ചെയ്തതാണ്. അതിന്റെ സ്വാഭാവികമായ പരിണാമം എന്ന നിലയിൽ എനിക്ക് പിന്നീട് നിരവധി വിവാഹങ്ങൾ ചെയ്യേണ്ടി വന്നു. പക്ഷേ രാധേ, നീ എന്നെ വിശ്വസിക്കൂ രാധേ, നീ എന്നെ വിശ്വസിക്കൂ രാധേ. കണ്ണന്റെ ശരീരം മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ, കണ്ണന്റെ ശരീരം മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. രുക്മിണിക്കും സത്യഭാമയ്ക്കുമെല്ലാം കണ്ണൻ കൊടുത്തിട്ടുള്ളത് ശരീരമാണ്. കണ്ണന്റെ ആത്മാവ് അത് നീയാണ് രാധേ, അത് നീയാണ് രാധേ. ഇപ്പം നിന്നെ കാണാനെത്തിയത് കണ്ണന്റെ ആത്മാവാണ്. അതുകൊണ്ട് നിനക്കും മാത്രമേ എന്നെ കാണാൻ പറ്റൂ. നിനക്കും സാത്വികിക്കുമല്ലാതെ ഇവിടെ നിൽക്കുന്ന ആർക്കും എന്നെ കാണാൻ പറ്റില്ല. എൻ്റെ ശരീരം ഇപ്പോഴും ദ്വാരകയിലുണ്ട്. രുക്മിണിയുടെ അടുക്കൽ തന്നെ ഞാൻ കിടപ്പുണ്ട്. പക്ഷെ അതെന്റെ ശരീരമാണ് രാധേ. എൻ്റെ ആത്മാവ് എന്നും നിന്റെ കൂടെയാണ്, എൻ്റെ ആത്മാവ് എന്നും നിന്റെ കൂടെയാണ് രാധേ. നിന്നെ അപമാനിക്കുന്ന ആരായാലും ശരി തന്നെ, അവര് ജീവനോടെ ഉണ്ടാവുകയില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണ്. കൃഷ്ണൻ ക്ഷമിക്കില്ല, കൃഷ്ണൻ ക്ഷമിക്കില്ല. എൻ്റെ രാധയെ ആക്ഷേപിച്ച ഒരാളോടും കൃഷ്ണൻ ക്ഷമിക്കില്ല. രഥം ചീറിപ്പാഞ്ഞു വന്ന് ഗ്രാമമുഖ്യന്റെ മുന്നിൽ നിന്നു. ആ രഥത്തിൽ നിന്നും സാത്യകി ക്രൂധനായി ചാടിയിറങ്ങി വാളുമായിട്ട് ഗ്രാമമുഖ്യന്റെ അടുക്കലെത്തി. അയാൾ ഭയന്നു വിറച്ചു. അപ്പോൾ സാത്യകി ക്രൂധനായി അലറി, ശ്രീകൃഷ്ണന്റെ രാധയെ അപമാനിക്കാൻ ശ്രമിച്ച നീച, രാധാറാണിയുടെ പേര് പോലും ഉച്ചരിക്കാൻ നിനക്ക് എന്താണ് അധികാരം? ദ്വാരകാധീശന്റെ രാധയെ അപമാനിക്കാൻ ശ്രമിക്കുന്നവൻ, അവൻ ആരായാലും അവൻ അന്ന് കഴിച്ച ഭക്ഷണം അവന്റെ അവസാനത്തെ ഭക്ഷണമായിരിക്കും. നീ രാധാജിയെ അപമാനിക്കുന്നത് കണ്ട് ദ്വാരകാധീശൻ അടങ്ങിയിരിക്കുമെന്ന് നീ കരുതിയോ? വിഡ്ഢി! ഈ വൃന്ദാവനത്തിന്റെ ദേവതയാണ് രാധ. രാധ ഈ വൃന്ദാവനം വിട്ടാൽ ആ നിമിഷം യമുന വൃന്ദാവനത്തെ വിഴുങ്ങുമെന്നറിയാത്ത പമ്പര വിഡ്ഢി! നീയും രാധാറാണിയെ അപമാനിക്കാൻ ശ്രമിച്ച അയനും പിന്നെ രാധാറാണിയെ കല്ലെറിയാൻ ഇവിടെ നിന്ന ഈ ജനക്കൂട്ടവും യാതൊരുവിധ ദയയും അർഹിക്കുന്നില്ല, യാതൊരുവിധ ദയയും അർഹിക്കുന്നില്ല. സാത്യകിയുടെ വാളിന് ഇരയാകാൻ പോവുകയാണ് നിങ്ങള്. സാത്യകി തന്റെ വാളെടുത്തു, ഗ്രാമമുഖ്യന്റെ കഴുത്തിനോട് ചേർത്തതിനു ശേഷം പുറകോട്ടേക്കെടുത്തു. ഗ്രാമമുഖ്യൻ ഭയന്ന് വിറച്ചു. വാള് വീശാൻ പോയതും ഒരു വിളി. സാത്യകി അത്ഭുതപ്പെട്ടു പോയി. സാക്ഷാൽ രാധാറാണിയാണ് വിളിക്കുന്നത്. സാക്ഷാൽ രാധാറാണി. തൻ്റെ പേര് രാധാറാണിക്ക് എങ്ങനെ അറിയാം? രാധാറാണിക്ക് എങ്ങനെയാണ് എൻ്റെ പേരറിയാവുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം രഥത്തിൽ വെച്ച് കൃഷ്ണൻ എനിക്ക് ചില സൂചനകൾ തന്ന്, അതനുസരിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് സാത്യകിയോട് വീണ്ടും പറഞ്ഞു, വേണ്ട സാത്യകി, കൊല്ലരുത്. വൃന്ദാവനം വിശുദ്ധമാണ്, അവിടെ ചോര വീഴരുത് സാത്യകി. അപ്പോൾ സാത്യകി പറഞ്ഞു, ശ്രീകൃഷ്ണന്റെ ഉത്തരവാണ്, ശ്രീകൃഷ്ണന്റെ ഉത്തരവാണ് മാതാവേ, ഞാൻ എങ്ങനെ അത് ധിക്കരിക്കും? കൃഷ്ണന്റെ ഉത്തരവിനെ ഞാൻ എങ്ങനെ ധിക്കരിക്കും? രാധാറാണിയെ അപമാനിച്ച ഒരാളെപ്പോലും വൃന്ദാവനത്തിൽ ബാക്കി വെച്ചേക്കരുതെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് കൃഷ്ണന്റെ ശബ്ദം സാത്യകി കേൾക്കുകയാണ്. സാത്യകി, ഈ പ്രപഞ്ചത്തിൽ എൻ്റെ ഉത്തരവിനെ ലംഘിക്കാൻ ഈ ലോകത്താർക്കും കഴിയില്ല. പക്ഷേ ഒരാൾക്ക് കഴിയും, ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയൂ സാത്യകി. അത് രാധയാണ്. രാധയ്ക്ക് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. അവളുടെ വാക്കെന്നും കൃഷ്ണൻ അവസാന വാക്കാണ്. അതുകൊണ്ട് കൃഷ്ണനും രാധയും ഓരോ ഉത്തരവ് തന്നാൽ നിനക്ക് ധൈര്യമായി കൃഷ്ണന്റെ ഉത്തരവിനെ ലംഘിക്കാം സാത്യകി. നീ രാധയുടെ വാക്കുകളെ മാത്രം അനുസരിച്ചാൽ മതി സാത്യകി. കാരണം രാധ ഞാൻ തന്നെയാകുന്നു. നീ രാധയെ അനുസരിക്കുമ്പോൾ സാത്യകി നീ എന്നെ തന്നെയാണ് അനുസരിക്കുന്നത്. ആ സമയത്ത് അത്ഭുത ആദരവോടുകൂടി സാത്യകി രാധാറാണിയെ നോക്കി.
അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇവനെ ബന്ധിച്ച് ഗ്രാമമുഖ്യനെ ദ്വാരകയിലേക്ക് കൊണ്ടുപോവുക, മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്തു വിടുക. അപ്പോ സാത്യകി ഗ്രാമമുഖ്യനെയും അവിടെ കൂടിയിരുന്നവരെയും അയനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, രാധാറാണി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. വൃന്ദാവന നിവാസികളെ, രാധാറാണിയെ അപമാനിക്കാൻ ഇവിടെ കൂടിയിരിക്കുന്നവരെ, രാധാറാണിയുടെ പുറത്ത് അവകാശം ശ്രമിച്ച അയൻ എന്ന ഗോപ, ഈ നിമിഷം മുതൽ നിന്റെ ജീവൻ രാധ ദാനം നൽകിയതാണെന്നറിയുക. രാധ ദാനം നൽകിയതാണ് ഈ ജീവിതമെന്ന് നീ അറിയുക. അതുകൊണ്ട് മാത്രം നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. ഇനി ഇങ്ങനെ ഒരു സംഭവം ഈ വൃന്ദാവനത്തിലുണ്ടായാൽ അന്ന് രാധാ മഹാദേവി വേണ്ടെന്ന് പറഞ്ഞാലും സാത്യകി ക്ഷമിക്കില്ല. നിങ്ങളെ എല്ലാം ഞാൻ ഉന്മൂലനം ചെയ്യും. ഇത്രയും പറഞ്ഞപ്പോഴേക്കും രഥം അതിവേഗം നീങ്ങി, കൊടുങ്കാറ്റ് പോലെ രഥം പായുകയാണ്. സാത്യകി അമ്പരന്ന് പോയി. തന്നെ പോലും കയറ്റാതെ ഈ രഥം എങ്ങോട്ടേക്കാണ് പോകുന്നത്? വൃന്ദാവന നിവാസികൾ അമ്പരന്നു. കാരണം അവർ കൃഷ്ണനെ കാണുന്നില്ല. ഈ രഥം എങ്ങോട്ടേക്ക് പോകുന്നു? ആളില്ലാത്ത ഈ രഥം എങ്ങോട്ടേക്ക് പോകുന്നു? എന്നാൽ ആ രഥത്തിൽ കൃഷ്ണന്റെ നെഞ്ചിൽ ചാരി കിടക്കുകയാണ്. കൃഷ്ണന്റെ നെഞ്ചിൽ ചാരി കിടക്കുകയാണ് രാധ. കൃഷ്ണൻ രാധാറാണിയെ പൂണ്ടടക്കം പിടിച്ചിരിക്കുകയാണ്. ഒരു കയ്യിൽ അതിന്റെ കടിഞ്ഞാൺ കൃഷ്ണന്റെ കയ്യിൽ, വലത് കയ്യിൽ കടിഞ്ഞാണും, ഇടത് കൈ കൊണ്ട് രാധയും നെഞ്ചോട് ചേർത്ത് രഥം പായുകയാണ്. രഥം അതിവേഗം പായുകയാണ്. സാത്യകിയും വൃന്ദാവന നിവാസികളും അമ്പരന്ന് നിൽക്കുന്നു. എങ്ങോട്ടേക്കാണ് ഈ രഥം പോകുന്നത്? എങ്ങോട്ടേക്കാണ് ഈ രഥം പോകുന്നത്? എങ്ങോട്ടേക്കാണ് ഈ രഥം പോകുന്നത്? കാത്തിരിക്കൂ, കാത്തിരിക്കൂ. രാധാറാണി അനുഗ്രഹിച്ചാൽ ഞാൻ വരും അടുത്ത ചൊവ്വാഴ്ച. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.